ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി. ഇലക്ട്രിക് ബസ് ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനമെന്നും ജനങ്ങൾക്ക് ആശ്വാസകരമായ സർവീസുകൾ നിർത്തലാക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗതാഗത മന്ത്രിയെ വിമർശിച്ച് ഭരണപക്ഷ MLA VK പ്രശാന്ത് ആദ്യം രംഗത്ത് വന്നിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഭൂരിഭാഗവും ഇലക്ട്രിക് ബസ്സുകളാക്കി സോളാർ നഗരമാക്കുകയാണ് ലക്ഷ്യമെന്ന് VK പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുകയില്ല എന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയെ പരോക്ഷമായി വിമർശിച്ച് ഭരണപക്ഷ MLA തന്നെ രംഗത്ത് വരികയാണ്. തിരുവനന്തപുരം നഗരത്തിലോടുന്ന 10 രൂപ സർക്കുലർ ബസ്സുകൾ വൻ നഷ്ടത്തിലാണെന്നും ആളില്ലാത്ത റൂട്ടുകളിൽ ബസ്സുകൾ റീഷെഡ്യൂൾ ചെയ്യുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു. എന്നാൽ ഗതാഗത മന്ത്രിയെ തിരുത്തിയ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ആദ്യം ഫേസ്ബുക്കിലൂടെയാണ് തന്റെ വിമർശനം രേഖപ്പെടുത്തിയത്. ഇലക്ട്രിക് ബസ്സുകൾ ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനമാണെന്നും തലസ്ഥാനത്തെ സോളാർ നഗരമാക്കി മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും VK പ്രശാന്ത് വാദിച്ചു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നഗരമലിനീകരണം കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇലക്ട്രിക് വാഹനങ്ങളാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുക വേണം. ജനങ്ങൾ തിരുവനന്തപുരം നഗരവാസികൾ ഇതിനെ നന്നായി ആശ്രയിക്കുകയാണ്. 10 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് എവിടെയും കറങ്ങാൻ വരുന്നത് ആളുകൾക്ക് ആശ്വാസമല്ലേ. കാരണം നഗരമലിനീകരണം കുറയ്ക്കുക എന്നുള്ള പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഈ സ്ഥാപനങ്ങൾ നൽകിയത്. സംഭവം വിവാദമായതോടെ CPM സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കി. ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്ന മന്ത്രിയുടെ നിലപാടിനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നു. ആശ്വാസകരമായ ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിൻവലിക്കും. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. 10 രൂപ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ വന്നതോടെ സ്വകാര്യ ബസ്സുകളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വയറ്റത്തടിച്ചുവെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ ന്യായീകരണം. എന്നാൽ മന്ത്രി മാത്രമല്ല, മന്ത്രിസഭ തന്നെ ഇവിടെയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് CPM നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.